രാധേ രാധേ. മീര ഒരു രാജ്ഞിയായിരുന്നു. എങ്കിലും മീര തെരുവുകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആളുകൾ മീരയെ കാണാൻ തടിച്ചുകൂടി. മീരയാകട്ടെ അത്ര കണ്ട് ദൈവീകതയിൽ ഉന്മത്തയായിരുന്നതിനാൽ അവരുടെ ചേലത്തുമ്പ് താഴെ കുരിഞ്ഞു പോകുമായിരുന്നു. അവരത് അറിയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഭർത്താവ് പോലും രാത്രി മാത്രമേ ഭാര്യയുടെ മുഖം കാണൂ. പകല് മുഴുവനും മൂടുപടം വെച്ച് മറച്ചാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൃഷ്ണഭക്തിയുടെ ഉന്മാദ ലഹരിയിൽ നൃത്തം ചവിട്ടുന്ന മീരയുടെ കൈകളും മുഖങ്ങളുമൊക്കെ ജനം കണ്ടു. പക്ഷേ മീര കണ്ടത് കൃഷ്ണനെ മാത്രം. മീര പാടി, ഭക്തമീര പാടി ഇന്നേ വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പാട്ടുകൾ. കാരണം മീര അത് എഴുതിയതല്ല, കൃഷ്ണഭക്തിയാൽ തിളച്ച് ഹൃദയത്തിൽ നിന്ന് ഒഴുകുകയായിരുന്നു. മീര കൃഷ്ണഭക്തയായിരുന്നു. അവർ കൃഷ്ണനെ പ്രണയിച്ചു. അവരവരുടെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ കരുതണ്ട, നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്ന് കരുതണ്ട. എൻ്റെ ഭർത്താവ് കൃഷ്ണനാണ്, നിങ്ങൾ എൻ്റെ ഭർത്താവല്ല. വെറുമൊരു പാവം പകരക്കാരൻ മാത്രം. കുപിതനായ രാജാവ് ആട്ടിപ്പുറത്താക്കി. തൻ്റെ രാജ്യത്തെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. മീര കൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയ്ക്ക് പോയി. കൃഷ്ണൻ മരിച്ചു കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ മീരയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അന്നത്തെ പോലെ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവർ കൃഷ്ണനെ പ്രേമഭാജനമെന്ന് വിളിച്ചു. അവർ കൃഷ്ണനോട് സംസാരിച്ചു. അവർ കൃഷ്ണനോടൊപ്പം ഉറങ്ങി. അവർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. അവർ കൃഷ്ണനെ ചുംബിച്ചു. ഇതാണ് ഒരാൾ മരിച്ച 1000 വർഷം കഴിഞ്ഞിട്ടും അയാളെ തൊട്ട് മുമ്പിലുണ്ടെന്ന മട്ടിൽ ചുംബിക്കുന്നു. ഇവിടൊക്കെ ഓരോരുത്തരാകട്ടെ കൃഷ്ണനെ പ്രണയിക്കുന്നത് ഭർത്താവിനെയും മക്കളെയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതാണ് മീര എന്ന് പറയുന്നത്. ഇതാണ് മീര എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഒരു മനുഷ്യൻ തൻ്റെ മുന്നിലുണ്ട് എന്ന് കരുതി അയാളെ ഗാഠമായി ചുംബിക്കുന്നു. ഇവിടെയാണ് പ്രണയത്തിന്റെ നിഗൂഢത. മീരയെപ്പോലെ കൃഷ്ണനെ പ്രണയിക്കണം, മീരയെപ്പോലെ കൃഷ്ണനെ കെട്ടിപ്പിടിക്കണം, മീരയെപ്പോലെ കൃഷ്ണനെ ചുംബിക്കണം. എങ്കിൽ മനസ്സിലെ മാലിന്യങ്ങൾ അകന്ന് നിങ്ങൾക്ക് ഗോലോകത്തേക്ക് പോകാം.